ചാവക്കാട് ബീച്ച് വന്നു ഡിയേഴ്സ്. പുന്നത്തൂർ കോട്ട, ആനക്കോട്ടയ്ക്ക് ശേഷം കമോൺ കാണാം. ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുജാസ് ഡെയിലി ഡാസിൽ. സോ ഇതിലും ഗോഡസ് യൂസേജ് നേരത്തെ വീഡിയോ ആയതുകൊണ്ട് വരുന്നുണ്ട്, കൈൻഡ്ലി ഫോർഗീവ്. സോ ഇതാണ് ചാവക്കാട് ബീച്ചിൻ്റെ വിശേഷം. ഞാൻ ഉച്ച സമയം പോയതുകൊണ്ട്, ഉച്ചയല്ല വൈകിട്ട് അടുപ്പിച്ച് പോയതുകൊണ്ട്, 4 മണിക്ക് പോയതുകൊണ്ട് അവിടെ മറ്റേ ഇതുണ്ടല്ലോ ഈ റൈഡ് പോലെ, അതൊന്നും കറങ്ങുന്നില്ലായിരുന്നു. സോ വരൂ, കുറച്ച് ആദ്യം കയറുമ്പോഴേ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ, ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ കണ്ണിമാങ്ങയുടെ ഒരു സാധനം മേടിച്ചു, ഒരു കപ്പ് 40 എന്തോന്ന് പറഞ്ഞ്. അതൊരു കപ്പ് തരാമോ? ഗൂഗിൾ പേ ഉണ്ടല്ലോ. എന്തെങ്കിലും ഉണ്ടോ ഇവിടുത്തെ സ്പെഷ്യൽ? വേറെ എന്തെങ്കിലും ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുണ്ടോ? ഇത് മതി അപ്പം. സോ ഗോഡസ് ഉപ്പിലിട്ട മാങ്ങ, കണ്ണിമാങ്ങ മേടിച്ചു, നമുക്ക് കഴിക്കാം. നല്ല പുളിയുണ്ട്. ബീച്ച് തോ കാണുന്നു, ചാവക്കാട് ബീച്ച്. എവിടെയാണ് ഇപ്പം നിൽക്കുന്ന ഗോഡസ്. പിന്നെ സിന്ധുജ തൊപ്പിയുടെ സെഷനിലേക്ക് വന്നു. തൊപ്പി കാണുമ്പോൾ ആരാ മേടിക്കാത്തത്? ഓൾറെഡി എനിക്ക് തൊപ്പി ഒരു ക്രേസാണ്. പിന്നെ നമ്മൾ കണ്ടൻറ്റ് ചെയ്യുമ്പോൾ വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ എത്ര സ്റ്റോറിലുണ്ട്, സ്റ്റുഡിയോയിലുണ്ടെന്നൊക്കെ പറഞ്ഞാലും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മേടിക്കും. സോ ആദ്യം ഈ ചേച്ചിയുടെ കടയിലാണ് പോയത്. അപ്പോൾ ഒരു 120 എന്താ പറയുക, അവിടെ യൂണിയനാണ്. എവിടെ പോയാലും ഒരേ ഇത് തന്നെ, നെഗോസിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. ആ ഫിക്സഡ് എമൗണ്ടിൽ അവർ വിൽക്കൂ. അപ്പോൾ ഈ ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ പ്രൈസും ഡിസൈൻസൊക്കെ നോക്കിയിട്ട് നമ്മൾ അപ്പുറത്ത് പോയി. അപ്പുറത്തെ കടയിൽ പോയപ്പോൾ ആ ചേട്ടന് 120 തന്നെയാണ്. കാരണം ഒരേ കോസ്റ്റൽ ഏരിയയിൽ വിൽക്കുന്നതല്ലേ. അപ്പോൾ അവർ ചിലവർ ബാർഗെയിൻ ചെയ്യുമ്പോൾ കുറയ്ക്കും, അല്ലെങ്കിൽ ചിലവർ ബിസിനസ് വേണ്ടി കുറയ്ക്കും, ചിലവർ ആ എമൗണ്ട് തന്നെ പറയും. പിന്നെ അപ്പുറത്തെ വെറൈറ്റിയും കൂടെ നോക്കാവുന്ന അപ്പുറത്ത് പോയിട്ട് ആ ചേട്ടനായിരുന്നു ലോട്ട് അടിച്ചത്. പിന്നെ പട്ടികളുടെ ശല്യമുണ്ട് ഒരു ചാവക്കാട് ബീച്ചിൽ, ശ്രദ്ധിച്ചോളുക. നമ്മൾ എവിടെ പോയാലും ദർ ഇസ് ഡോഗ് നോയ്സൻസ് ഇൻ ചാവക്കാട് ബീച്ച്. ആൻഡ് ചാവക്കാട് ബീച്ച് ഇസ് ഇൻ ഗുരുവായൂർ. ഓക്കെ, സോ ഗുരുവായൂരിലുള്ളൊരു ബീച്ചാണ് ചാവക്കാട് ബീച്ച്. ഒട്ടുമൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ അവിടെ പോയിട്ട് നമ്മളൊരെണ്ണം എടുക്കാൻ നിന്ന്, അവിടെ വേറെ ആൾക്കാർ മേടിക്കാനുണ്ടായിരുന്നു. മറ്റേ ചേച്ചിയുടെ കമ്പയർ ചെയ്യുമ്പോൾ മേടിക്കണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു പിങ്ക് ഇത് മേടിച്ചു. ഇത് നിങ്ങൾക്ക് കാണാൻ ഞാൻ പിന്നീട് ഇതാണ് വെച്ചത്. ആദ്യം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്രീമായിരുന്നു. സോ അത്യാവശ്യം നമ്മൾ ടൂറ് പോകുമ്പോൾ, ട്രാവൽ വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വെറൈറ്റി ഹാറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കുടയുടെ യൂസേജ് പറ്റില്ല, മുഖത്ത് വെയിലടിക്കില്ല. പിന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. പിന്നെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് യൂസ് ആയിരിക്കും, റെയർ ആയിട്ടുള്ള ഹാറ്റ്സ് ഒക്കെ എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ. സോ അതൊക്കെ കളക്ട് ചെയ്ത് വെക്കാൻ ഞാൻ ഒരിക്കലും മറക്കാറില്ല. അങ്ങനെ ഞാൻ ഈ ചേട്ടൻ്റെ കടയിൽ നിന്ന് മേടിച്ചു. വേറെ കുറച്ച് ആൾക്കാർ ഇവിടെ നിന്ന് തന്നെയായിരുന്നു മേടിക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ലക്ക് പോലെയാണ്. ഞാനൊരു കട തുടങ്ങി വെച്ചു. ലക്ക് ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ബിസിനസ് പോവും, അപ്പുറത്ത് പോകണമെന്നില്ല. സോ അങ്ങനെ ചാവക്കാട് ബീച്ചിൽ പോയി എന്തെങ്കിലും മേടിക്കുന്നുണ്ട്. 2 സാധനം മേടിച്ചു, ഉപ്പിലിട്ട സാധനം, പിന്നെ ഈ തൊപ്പിയും. പിന്നെ ഞാൻ ഈ തൊപ്പി എടുത്ത് വെക്കാൻ തുടങ്ങി. ബാക്കി വ്ളോഗിൽ മൊത്തം നിങ്ങൾക്ക് കാണാം. മറ്റേ തൊപ്പി മാറ്റിയിട്ട് ഞാൻ ഇതെടുത്ത് വെച്ചു. സോ അതാണ് കഥ. അങ്ങനെ നിങ്ങൾ സിന്ധുജ നിങ്ങളെ ചാവക്കാട് ബീച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്ന ബീച്ച് പോയിന്റിലാണ് ഞാൻ നിൽക്കുന്നത്. ഗുരുവായൂർ വരുന്ന എല്ലാവരും ചാവക്കാട് ബീച്ചിൽ പോകും. പിന്നെ ഒരു മൾട്ടി എക്വേറിയം ഒരു സാധനം വന്നിട്ടുണ്ട്, അത് നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. പുന്നത്തൂർ കോട്ട കഴിഞ്ഞ് നേരെ ഞാൻ വിട്ടത് ഈ സ്ഥലത്തേക്കാണ്. ബീച്ചിൽ ഇറങ്ങിയാൽ പിന്നെ ഞാൻ ജെൻസൂട്ടായിട്ട് ഇട്ടിരുന്നത് ഈ മണലായിരിക്കും എനിക്ക് നമ്മൾ വണ്ടിയിലൊക്കെ കയറുമ്പോൾ. അതുകൊണ്ട് മൊത്തത്തിൽ ഇറങ്ങിയില്ല. പക്ഷെ എന്നാലും ഞാൻ കാല് നനച്ചു. അല്ലാതെ എന്തൊരു വൈബ്. ചുമ്മാ ബീച്ചിൽ പോയി നിന്ന് വേറെ കൊള്ളാനാണെങ്കിൽ പിന്നെ സാധാരണ ഗ്രൗണ്ടിൽ പോയി നിന്നാൽ പോലെ. സോ അങ്ങനെയൊക്കെ ചില കാഴ്ചപ്പാട് എനിക്കുണ്ട്. സോ അങ്ങനെ ഞാൻ വെള്ളത്തിലൊക്കെ ഇറങ്ങി. ഇതാ ഞാൻ വെള്ളത്തിലേക്ക് പോകുന്നു. അത്യാവശ്യം നല്ല തിരുമാലയൊക്കെ ഉള്ളൊരു കടപ്പുറമാണ് ചാവക്കാട് എന്ന് പറയുന്നത്, എല്ലാവർക്കും അറിയാം. സോ ഓരോ സ്ഥലത്തിൽ അതിൻ്റെതായ ബീച്ച് കാണും. സോ ഞാൻ എൻജോയ് ചെയ്തു. പക്ഷെ എനിക്ക് ബീച്ചിൽ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ബീച്ചിൽ പോവുക, കാല് നനയ്ക്കുക, കുറേയൊക്കെ വെള്ളത്തിലാണ് എനിക്കിഷ്ടം. പിന്നെ എൻ്റെ ഈ ഡ്രസ്സ് മുഴുവനും ചീത്തയാവുന്നതുകൊണ്ട് വേറെ ഡ്രസ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇതിന് ശേഷം ചെയ്യാൻ ബാത്റൂമിന് ശേഷം. സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ നിന്ന് പറ്റുന്ന രീതിയിൽ ഞാൻ ആഹ്ലാദിച്ചു. കാല് നനയ്ക്കാൻ കാണാം വരും വീഡിയോയുടെ ഭാഗത്തിൽ. സോ വരൂ, നിങ്ങളും എൻജോയ് ചെയ്യൂ ചാവക്കാട് ബീച്ച്.
ചാവക്കാട് പരിസരത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബറായിട്ട് നല്ല രസമുണ്ട്. നല്ല വെയിലായിരുന്നു, 2-3 മണിക്കൂർ മുമ്പ് നല്ല വെയിലായിരുന്നു. സോ അതെല്ലാം ഞാൻ എൻജോയ് ചെയ്തു. പിന്നെ നമ്മുടെ തൊപ്പിയിൽ എത്ര ചരടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കൈ പിടിച്ചോണം. കാരണം ഈ കാറ്റ് ഭയങ്കര കാറ്റാണ്. കടൽക്കടി പോകാൻ പറയാം, നമ്മൾ അടിച്ചുകൊണ്ട് പോയാൽ വെള്ളത്തിൽ പോകും. ടൈമും വൈകുന്നേരമാണെന്ന് ഞാൻ അലർട്ടായിട്ട് പിടിച്ചിട്ടുണ്ട് തൊപ്പിയിൽ. എനിക്ക് തോന്നുന്നു ഗുരുവായൂരിലെ എല്ലാ കാണാൻ കാഴ്ചകളും ഞാൻ കാണിച്ചു തന്നു. ഒരു പഞ്ചവടി ബീച്ചോ അവിടെ ഒരു ഷോ അങ്ങനെ എന്തൊരു സാധനമുണ്ട്, അത് മാത്രം നമ്മൾ കവർ ചെയ്തിട്ടില്ല. അത് വരും വ്ലോഗുകൾ എന്തെങ്കിലും നമ്മൾ ഗുരുവായൂർ വീണ്ടും വിസിറ്റ് ചെയ്യുമ്പോൾ നോക്കാം. ബാക്കിയെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. തീരെ ട്രാവൽ ബ്ലോഗ്സ് ആണ് ചെയ്യുന്നത്. അപ്പം അതിനിടയ്ക്ക് ലൈഫ് സ്റ്റൈൽ വ്ലോഗുകളും വരുന്നുണ്ട്. പക്ഷേ ഞാൻ മാക്സിമം കവർ ചെയ്തുകൊണ്ട് പ്രതീക്ഷ. ഗുരുവായൂർ ആരെങ്കിലും എന്തെങ്കിലും ഇനി കവർ ചെയ്യാനുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ചാവക്കാട് ബീച്ചിലാണ് പോകുന്നത്. സോ നിങ്ങളുടെ ഗോഡസ് പുതിയ തൊപ്പിയൊക്കെ മേടിച്ചു. തൊപ്പി ഇപ്പോൾ ഭയങ്കര ക്രേസായി മാറി നിങ്ങളുടെ ഗോഡസിന് ഒരു ജേർണിയുടെ ഭാഗമായി. സോ ഇതാ ഗോഡസിൻ്റെ ഫിഷിംഗ് ബോട്ട്. പിന്നെ എൻ്റെ ഈ ചാവക്കാടിലെ വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക, എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്. ഇതെല്ലാം ഒരു വ്ലോഗായിട്ട് വരും ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. ഇതേ നമുക്കൊരു മാക്കാച്ചി തവളയുണ്ട്, ഞാൻ കാണിച്ചു തരാം. നേരത്തെ കാണിച്ചൊരു ഫിഷിംഗ് ബോട്ടിൻ്റെ മുമ്പിലാണ് നിന്നത്. പിന്നെ ഒരു മാക്കാച്ചി തവളയുണ്ട്, ഞാൻ കാണിച്ചിട്ടാണ്. ദോ കാണുന്നതാണ് ചാവക്കാട് ബീച്ചിലെ മാക്കാച്ചി തവള. അതായിരിക്കും തവളയുടെ ഒരു പ്രതിമ. തപ്പിപ്പിടിച്ച് ഞാൻ അവിടെ പോയി ഫോട്ടോ ഒക്കെ എടുത്തു. കൊള്ളായിരുന്നു. സോ ആ കാണുന്നതാണ് ചാവക്കാട് ബീച്ചിലെ ലേഡീസിൻ്റെ ശൗചാലയം, മീൻസ് ബാത്റൂം. സോ ദാറ്റ് ഇസ് ദ ബാത്റൂം ഫോർ Chavakad beach visitors. It's a little bit inside through some fish selling market area there. ചാവക്കാട് ബീച്ചിൻ്റെ ഒരു അപാകത പറയുവാണെങ്കിൽ നമ്മൾ കയറി വന്ന സൈഡിൻ്റെ ഇടത്തെ സൈഡിലായിട്ട് ആ ബോർഡൊക്കെ കണ്ട വെൽക്കം ടു ചാവക്കാട് ടൂറിസം കണ്ടതിൻ്റെ ഇടത്തെ സൈഡിൽ ഉള്ളിലായിട്ടൊരു ഫിഷ് മാർക്കറ്റിനകത്താണ് ലേഡീസിൻ്റെ ടോയ്ലറ്റ്. അത് ഇച്ചിരി സേഫായിട്ട് എനിക്ക് തോന്നിയില്ല. അവിടെ നിന്ന് ആൾക്കാർ മീൻ വിൽക്കുന്ന ജെൻസിൻ്റെ ബാത്റൂം അവിടെ തന്നെയാണ്. സൂക്ഷിച്ചൊക്കെ പോവുക, കാരണം കോസ്റ്റൽ ഏരിയയിലെ ചേട്ടന്മാരാണ് കൂടുതൽ അവിടെ നിൽക്കുന്നത്. ലേഡീസൊക്കെ കുറവാണ്. അപ്പോൾ നമ്മൾ ഒത്തുപോവുകയാണെങ്കിൽ കുഴപ്പമില്ല ഫാമിലിയൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് പോവുക. സോ അത്രയേ ഉള്ളൂ ചാവക്കാട് വിശേഷം.